നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത കുട്ടികൾക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നല്ലോണം മനസ്സിലാകാത്ത കുട്ടികൾക്കും വേണ്ടിയാണ് ഈ ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്ന അധ്യായം ഇന്നും ഞാൻ എടുക്കുന്നത്. ഇന്ന് എഴുതാത്ത കുട്ടികൾ നോട്ട് എഴുതിയാൽ മതി. എഴുതിയ കുട്ടികൾ നോട്ട് എഴുതണ്ട, കാര്യങ്ങൾ പഠിക്കണം. ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് തരും. ആ എക്സസൈസ് എല്ലാ കുട്ടികളും ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ അധ്യായത്തിലേക്ക് പോകാം. നമ്മുടെ നവോദയക്ക് വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണിത്. എന്താണ് നമുക്ക് ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഘടകങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് അത് ഫാക്ടേഴ്സ് ആണ്. എന്താണ് ഫാക്ടേഴ്സ്? ഇപ്പം 4 എന്ന ഒരു സംഖ്യ എടുത്താൽ 4 എന്ന സംഖ്യയെ ശിഷ്ടമില്ലാതെ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഹരിക്കാം? 4നെ 1 കൊണ്ട് ഹരിക്കാം, ശിഷ്ടമുണ്ടാവില്ല. 4നെ 2 കൊണ്ട് ഹരിക്കാം, ശിഷ്ടമുണ്ടാവില്ല. 4നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഉണ്ടാകും. 4നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഇല്ല. ഒരു സംഖ്യയെ ഏതെല്ലാം സംഖ്യകൾ കൊണ്ട് ശിഷ്ടം വരാതെ ഹരിക്കാമോ? ഒരു സംഖ്യയെ ഏതെല്ലാം സംഖ്യകൾ കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുമോ? ശിഷ്ടം എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ആ സംഖ്യകളെല്ലാം ആദ്യ സംഖ്യയുടെ ഘടകങ്ങളാണ്. എല്ലാവരും ഒന്ന് ഉറക്ക പറഞ്ഞു നോക്കിയിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒരു സംഖ്യയെ ഏതെല്ലാം സംഖ്യകൾ കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുമോ? ആ സംഖ്യകളെല്ലാം ആദ്യ സംഖ്യയുടെ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ 4ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തുത്തരം പറയാം? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. ഇനി നമുക്ക് 5ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 5നെ 1 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, ശിഷ്ടം വരും. 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, ശിഷ്ടം വരും. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരും. 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഇല്ല. അപ്പോൾ 5ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? 1ഉം 5ഉമാണ് 5ന്റെ ഘടകങ്ങൾ. ഇനി നമുക്ക് 6ന്റെ ഘടകങ്ങൾ എത്രയാണെന്ന് നോക്കാം. 6നെ 1 കൊണ്ട് ഹരിക്കാം, 6നെ 2 കൊണ്ട് ഹരിക്കാം, 6നെ 3 കൊണ്ട് ഹരിക്കാം, 6നെ 6 കൊണ്ട് ഹരിക്കാം. 6നെ 1 കൊണ്ട് ഹരിച്ചാലും 2 കൊണ്ട് ഹരിച്ചാലും 3 കൊണ്ട് ഹരിച്ചാലും 6 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു സംഖ്യയെ ഏതെല്ലാം സംഖ്യകൾ കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുമോ? ആ സംഖ്യകളെല്ലാം ആദ്യ സംഖ്യയുടെ ഘടകങ്ങളാണ്. ഇപ്പോൾ ഘടകങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി വലിയ വലിയ സംഖ്യയുടെ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സംഖ്യയെ ഏതെല്ലാം സംഖ്യകൾ കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുമോ? ആ സംഖ്യകളെല്ലാം ആദ്യ സംഖ്യയുടെ ഘടകങ്ങളാണ്. 12ന്റെ ഘടകങ്ങൾ ഏതെല്ലാം? 12ന്റെ ഘടകങ്ങൾ ഏതെല്ലാം? അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ മക്കളെ നിങ്ങൾ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഇവിടെ 12 എന്ന് എഴുതുക. 1 എല്ലാ സംഖ്യയുടെയും ഘടകങ്ങളാണ്. അപ്പോൾ ഇവിടെ 1 എന്ന് എഴുതുക. 1 12ൽ 12 പ്രാവശ്യം ഇവിടെ 12 എഴുതുക. അപ്പോൾ നമ്മൾ 12ന്റെ 2 ഘടകങ്ങൾ കണ്ടെത്തി, 1ഉം 12ഉം. ഇനി 12നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന് നമുക്കറിയാം, കാരണം 2ആണ് അവസാനം. അപ്പോൾ 12നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ 2 ഇവിടെ എഴുതണം. ഇവിടെ 2 എഴുതിയാൽ 12ൽ എത്ര 2 ഉണ്ട് എന്ന് നോക്കണം, 6. 12നെ 3 കൊണ്ട് ഹരിക്കാം. 3 12ൽ 4 പ്രാവശ്യമുണ്ട്. 3 കഴിഞ്ഞാലുള്ള സംഖ്യ 4ആണ്, അതിവിടെ വന്നു. അപ്പോൾ ഇനി ചെയ്യണ്ട. 12ന്റെ ഘടകങ്ങൾ 1, 2, 3, 4, 6, 12. 1, 2,
3 4 6 12. അപ്പോൾ 12ന്റെ ഘടകങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. 1 2 3 4 6 12. 12ന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? 1 2 3 4 5 6 ഘടകങ്ങളുണ്ട്. 12ന്റെ ഏറ്റവും ചെറിയ ഘടകം ഏതാ? ഏതൊരു സംഖ്യയുടെയും ഏറ്റവും ചെറിയ ഘടകം 1 ആണ്. ലോവസ്റ്റ് ഫാക്ടർ 1 ആണ്. ഇനി ഏറ്റവും വലിയ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് സംഖ്യയുടെയാണോ അതേ സംഖ്യ. ഇപ്പോൾ 1500ന്റെ ഏറ്റവും ചെറിയ ഘടകം എത്രയാണെന്ന് ചോദിച്ചാൽ 1. ഏറ്റവും വലിയ ഘടകം 1500 തന്നെ. അപ്പോൾ ഏതൊരു സംഖ്യയുടെയും ഏറ്റവും ചെറിയ ഘടകം 1 ആയിരിക്കും, ഏറ്റവും വലിയ ഘടകം അതേ സംഖ്യയായിരിക്കും. ഇനി മറ്റൊരു സംഖ്യയുടെ ഘടകങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 20ന്റെ എല്ലാ ഘടകങ്ങളെയും കണ്ടെത്തുക. ചോദ്യം, 20ന്റെ എല്ലാ ഘടകങ്ങളെയും കണ്ടെത്തുക. നമുക്ക് ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാം. 20 ഏറ്റവും ചെറിയ ഘടകം 1, ഏറ്റവും വലിയ ഘടകം 20. ഇനി 20നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. കാരണം 0 വരുന്ന സംഖ്യകളെയൊക്കെ 2 കൊണ്ട് ഹരിക്കാം. 20നെ 2 കൊണ്ട് ഹരിക്കാം എന്നതുകൊണ്ട് 2 എഴുതുക. 2 20ൽ എത്ര പ്രാവശ്യമുണ്ട് നോക്കുക? 10 പ്രാവശ്യമുണ്ട്. 20നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 20നെ 4 കൊണ്ട് ഹരിക്കാം. 20ൽ 4 5 പ്രാവശ്യം. 4 കഴിഞ്ഞാലുള്ള സംഖ്യ 5 ഇവിടെ വന്നു. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടതില്ല. ഘടകങ്ങൾ 1 2 4 5 10 20. ഇതാണ് 20ന്റെ ഘടകങ്ങൾ. അപ്പോൾ ഘടകങ്ങളെ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു 5 ചോദ്യം ഞാൻ ഇട്ട് തരാം. ഒരെണ്ണം കൂടി ചെയ്തു തരാം. 100ന്റെ എല്ലാ ഘടകങ്ങളെയും കണ്ടെത്താൻ ഒരു ചോദ്യം വന്നാൽ 100 100. 100നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 2 100ൽ 50 പ്രാവശ്യം. 100നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 100നെ 4 കൊണ്ട് ഹരിക്കാം. കാരണം 2 0 വന്നിട്ടുണ്ട്. 100ൽ എത്ര 4 ഉണ്ട് എന്ന് നോക്കുക. 25 പ്രാവശ്യമുണ്ട്. 100നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20 കിട്ടും. 100നെ 6 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് പറ്റില്ല, 8 കൊണ്ട് പറ്റൂല, 9 കൊണ്ട് പറ്റൂല, 10 കൊണ്ട് പറ്റും. 10 പ്രാവശ്യം. ഇവിടെ 10 വന്നതുകൊണ്ട് ഇനി ചെയ്യേണ്ടതില്ല. ഘടകങ്ങൾ 1 2 4 5 10 20 25 50 100. ഇപ്പോൾ 100ന് എത്ര ഘടകങ്ങളുണ്ട്? 1 2 3 4 5 6 7 8 9 ഘടകങ്ങളുണ്ട് 100ന്. 100ന്റെ ഏറ്റവും ചെറിയ ഘടകം 1 ആണ്. ഏറ്റവും വലിയ ഘടകം 100 ആണ്. 100ന് 9 ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഘടകങ്ങളെ കണ്ടേക്കാൻ നിങ്ങൾ പഠിച്ചില്ലേ? ഇപ്പോൾ ഞാനൊരു 5 ചോദ്യം തരാം. ഇപ്പോൾ തന്നെ അത് 5 ചെയ്ത് മനസ്സിലാക്കണം. അടുത്ത വീഡിയോയിൽ ഞാൻ 5 എണ്ണത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ചോദ്യം എഴുതിയെടുക്കുക. 60 32 16 18 200. ഈ സംഖ്യയുടെ എല്ലാ ഘടകങ്ങളെയും കണ്ടെത്തണം. കണ്ടെത്തി അച്ഛനോ അമ്മയോ അടുത്തുണ്ടെങ്കിൽ കണ്ടെത്തിയ ഉടനെ നിങ്ങളുടെ നോട്ട്ബുക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാം. അച്ഛനോ അമ്മയോ അടുത്തുണ്ടെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യേണ്ട, പിന്നീട് വരുമ്പോൾ ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരും. അതിനുശേഷം അടുത്ത വീഡിയോ കിട്ടും. ഓക്കെ, താങ്ക് യു.